Good morning dear students, welcome to another class of chemistry. So in the last class we discussed about the introduction part of electrochemistry, and there we discussed about the galvanic cell, right? Yes, and the electrode reaction takes place in the galvanic cell, electrode potential, cell potential, and the very important Nernst equation and equilibrium constant from the Nernst equation, Gibbs energy reaction related to the Nernst equation, and electrical resistance, conductivity of the ionic solution, etc., and the related problems. Okay, then today we are going to discuss a new term, molar conductivity. Molar conductivity, just define it. Molar conductivity of a solution at a given concentration is the conductance of volume V of a solution containing 1 mole of electrolyte cupped between two electrodes with area of cross section A and distance unit length. It is represented by lambda m. Then what is mean by molar conductivity? We already familiar about what is conductivity, right? Here it is molar conductivity. ഒരു സൊല്യൂഷൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി, ഒരു ഗിവൺ കോൺസെൻട്രേഷനിൽ നമ്മുടെ മുന്നിലുള്ള ഒരു സൊല്യൂഷൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ കണ്ടക്റ്റൻസ് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടക്റ്റൻസ് പരിചയപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ സൊല്യൂഷൻ്റെ വോള്യൂം എന്ന് പറയുന്നത് V ആയിരിക്കും. അതേപോലെ തന്നെ അതിനകത്തിൽ 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ് ഉള്ളത്. അപ്പോൾ എല്ലാത്തിനും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ഉണ്ട്. അപ്പോൾ 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ്, അത് നമ്മൾ എന്താണ്, 2 ഇലക്ട്രോഡ്സിന് ഇടയിലായിട്ടായിരിക്കുമല്ലോ ഇലക്ട്രോലൈറ്റ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ആ ഇലക്ട്രോഡ്സിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് A ആയിരിക്കും, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് യൂണിറ്റി ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൊല്യൂഷൻ്റെ കണ്ടക്റ്റൻസിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. സോ വാട്ട് ഈസ് മീൻ ബൈ മോളാർ കണ്ടക്ടിവിറ്റി? It is the conductance of volume V of a solution containing 1 mole of electrolyte placed between two electrodes having cross sectional area A and distance unit length, and molar conductivity is represented by the term lambda m. Okay, then simply നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റി എഴുതുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ലാംഡ എം ഇസ് ഈക്വൽ ടു, മോളാർ കണ്ടക്ടിവിറ്റി കണ്ടക്റ്റൻസ് ആണ് അല്ലേ, ദാറ്റ് ഈസ് K ഇൻറ്റു A/L. എന്തുകൊണ്ടാണ് ഇവിടെ K എഴുതിയത്? യെസ്, നമുക്കറിയാം K എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ടിവിറ്റി ആണ്. അപ്പം നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു, ഇഫ് ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ലെങ്ത് ഈസ് യൂണിറ്റി, വി ക്യാൻ സേ ദാറ്റ് കണ്ടക്റ്റൻസ് ഈസ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി. അങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജിക്ക് പകരം ഇവിടെ ആരെ യൂസ് ചെയ്യാം? കെയിനെ യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ലാംഡ എം ഇസ് ഈക്വൽ ടു K ഇൻറ്റു A/L എന്നിവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അതിവിടെ പറയുന്നുണ്ട്, കണ്ടോ? അപ്പോൾ സിൻസ് L ഇസ് ഈക്വൽ ടു 1 ആൻഡ് എയും വോളിയം ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ലാംഡ എം ഇസ് ഈക്വൽ ടു എന്താണ്? ഇവിടെ എക്ക് പകരം എന്ത് കൊടുക്കാം? വോളിയം കൊടുക്കാം. അപ്പോൾ L എന്തായി പോകും? 1 ആയി പോകും. ഓക്കെ, പിന്നെ A ഇസ് ഈക്വൽ ടു V, വോളിയത്തിനോട് A ഈക്വൽ ആയി കഴിയുമ്പോഴത്തേക്കും എക്ക് പകരം നമുക്ക് V കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും? ലാംഡ എം ഇസ് ഈക്വൽ ടു K ഇൻറ്റു V എന്ന രീതിയിൽ ചേഞ്ച് ചെയ്യും. ഓക്കെ, ദെൻ മോളാർ കണ്ടക്ടിവിറ്റി വിച്ച് ഈസ് റിലേറ്റഡ് ടു ദി കണ്ടക്ടിവിറ്റി ഓഫ് ദി സൊല്യൂഷൻ. ഇനി മോളാർ കണ്ടക്ടിവിറ്റിയും പിന്നെ കണ്ടക്ടിവിറ്റിയും കൂടെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ മറ്റൊരു രീതിയിൽ എഴുതുന്നതാണ് ലാംഡ എം ഇസ് ഈക്വൽ ടു K/C എന്ന് പറയുന്നത്. സി നമുക്കറിയാം കോൺസെൻട്രേഷൻ ആണ്. ലാംഡ എം ഇസ് ഈക്വൽ ടു K/C എന്നുള്ളത്. അപ്പോൾ കോൺസെൻട്രേഷന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? മൊളാരിറ്റി ഇൻറ്റു 1000 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് K/മൊളാരിറ്റി ഇൻറ്റു 1000. അപ്പോൾ മൊളാരിറ്റി ക്യാപിറ്റൽ M ആണ്, ദാറ്റ് ഈസ് K/M ഇൻറ്റു 1000 എന്ന രീതിയിലേക്ക് ഇക്വേഷൻ മാറി. അപ്പോൾ CGS സിസ്റ്റത്തിലാണെങ്കിൽ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സീമൻ സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ ആണ്. അതല്ല SI-ലാണെങ്കിൽ സീമൻ മീറ്റർ സ്ക്വയർ പെർ മോൾ എന്ന രീതിയിലായിരിക്കും ഇതിന്റെ യൂണിറ്റ് വരുന്നത്. ക്ലിയർ ആയല്ലോ? സോ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ കണ്ടക്ടൻസ് ഓഫ് എ സൊല്യൂഷൻ ഹാവിംഗ് വോളിയം V containing 1 mole of electrolyte placed between two electrodes having cross section A and unit length, and it is represented by lambda m. We can give the equation lambda m is equal to K into A/L. If the value of L is 1 and A is equal to volume, then we can write the equation as lambda m is equal to K into V, and it is related to the conductivity of the solution by another equation, that is lambda m is equal to K/C.
that is K by molarity into 1000, K by M into 1000, and its SI unit is Siemens meter square per mole, right? Okay, next is variation of conductivity and molar conductivity with concentration. അപ്പോൾ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് കണ്ടക്ടിവിറ്റിയിൽ എന്ത് വ്യത്യാസം വരും, അതേപോലെ മോളാർ കണ്ടക്ടിവിറ്റിയിൽ എന്ത് വ്യത്യാസം വരും എന്നുള്ളതാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബോത്ത് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി ചേഞ്ച് വിത്ത് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് കണ്ടക്ടിവിറ്റിക്കും ചേഞ്ച് ഉണ്ടാകും, മോളാർ കണ്ടക്ടിവിറ്റിക്കും ചേഞ്ച് ഉണ്ടാകും. എങ്ങനെയുള്ള ചേഞ്ചസ് ആണ് രണ്ടുപേർക്ക് ഉണ്ടാവുന്നത് നോക്കാം. Conductivity always decreases with decrease in concentration both for weak and strong electrolytes. അപ്പം weak electrolytes കേസിലാണെങ്കിലും സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിലാണെങ്കിലും എന്താണ് കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുന്ന അനുസരിച്ച് കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുവാണ്, ഡിക്രീസ് ചെയ്യുവാണ്. നമുക്കറിയാം കണ്ടക്ടിവിറ്റി ഉണ്ടാവണമെങ്കിൽ മൂവ്മെന്റ് ഓഫ് അയോൺസ് അവിടെ നടക്കണം. അയോൺസിന്റെ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടക്ടിവിറ്റി പോസിബിൾ ആവത്തുള്ളൂ. പക്ഷേ എന്ത് പറ്റും, നമ്മൾ ഒരു ഇലക്ട്രോലൈറ്റ് ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് അയാളുടെ നമ്പർ ഓഫ് അയോൺസ് എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യാണ് ഡൈല്യൂഷൻ നടത്തുന്ന സമയത്ത്. അപ്പൊ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് അയോൺസ് ഡിക്രീസ് ചെയ്താൽ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിക്കും, കണ്ടക്ടിവിറ്റിക്ക് ഡിക്രീസ് സംഭവിക്കും. അതാണ് എന്ത് പറ്റുന്നത്, കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുമ്പോൾ കണ്ടക്ടിവിറ്റി ഓൾസോ ഡിക്രീസസ് എന്ന് പറയാനുള്ള റീസൺ. മനസ്സിലായല്ലോ? എന്നാൽ മോളാർ കണ്ടക്ടിവിറ്റി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. മോളാർ കണ്ടക്ടിവിറ്റിയുടെ കേസിൽ നമ്മൾ കോൺസെൻട്രേഷനെ എത്രത്തോളം ഡിക്രീസ് ചെയ്യുന്നോ അത്രത്തോളം അത് ഇൻക്രീസ് ചെയ്യുവാണ്. ബിക്കോസ് എന്താണ്, ഇവിടെ മോളാർ കണ്ടക്ടിവിറ്റിയുടെ കേസിൽ നമ്മൾ ഡൈല്യൂഷൻ നടത്തുന്ന സമയത്ത് വോളിയം എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യുവാണ്. വോളിയം ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം മോളാർ കണ്ടക്ടിവിറ്റിയും വോളിയവും തമ്മിലുള്ള റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ. അപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി ഓൾസോ ഇൻക്രീസസ്. അതുകൊണ്ടാണ് കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നതിന്റെ റീസൺ. And it has been found that decrease in conductivity on dilution. അപ്പോൾ ഒരു സൊല്യൂഷനിൽ എന്താ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുമ്പം കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന കേസാണ് രണ്ടാമത്. വോളിയം ഇൻക്രീസ് ചെയ്ത് നമുക്ക് ആ ഒരു കണ്ടക്ടിവിറ്റിയിലെ ഡിക്രീസ് എന്ത് ചെയ്യാം, കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ ഒരിക്കൽ കൂടി പറയാം, കോൺസെൻട്രേഷൻ അനുസരിച്ച് തീർച്ചയായിട്ടും കണ്ടക്ടിവിറ്റിക്കും അതേപോലെ തന്നെ മോളാർ കണ്ടക്ടിവിറ്റിക്കും വേരിയേഷൻ സംഭവിക്കും. കണ്ടക്ടിവിറ്റിയുടെ കേസ് ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റി ഓൾസോ ഡിക്രീസസ്. ബിക്കോസ് ഓൺ ഡൈല്യൂഷൻ ദ നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം ഓൾസോ ഡിക്രീസസ്. അപ്പൊ അയോൺസിന്റെ നമ്പർ ഡിക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കണ്ടക്ടിവിറ്റിക്ക് ഡിക്രീസ് സംഭവിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി, ഇഫ് വി ഡിക്രീസ് ദ കോൺസെൻട്രേഷൻ, മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് ബിക്കോസ് ദ വോളിയം ഓഫ് ദി സൊല്യൂഷൻ contain 1 mole of electrolyte increases. We know that molar conductivity is directly proportional to volume. Appo if volume increases, molar conductivity also increases. But the decrease in conductivity can be compensated by increase in volume. So this is the case of variation of molar conductivity and conductivity with the concentration, right? Yes. Then next is another new term which is limiting molar conductivity. Another important term is limiting molar conductivity. Now we know what is mean by conductivity and molar conductivity, and the next term is limiting molar conductivity. What is mean by limiting molar conductivity? ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താണ് കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി, അത് രണ്ടും നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി ആ കോൺസെൻട്രേഷനെ നമ്മൾ ഡിക്രീസ് ചെയ്തൊരു സീറോയിൽ എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ, വെൻ ദി കോൺസെൻട്രേഷൻ അപ്രോച്ചസ് സീറോ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റിനെ പിന്നീട് നമ്മൾ എന്താ വിളിക്കുക, ആ ഒരു അവസ്ഥയിൽ മോളാർ കണ്ടക്ടിവിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. വെൻ ദി കോൺസെൻട്രേഷൻ അപ്രോച്ചസ് സീറോ, ദെൻ മോളാർ കണ്ടക്ടിവിറ്റി ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. മനസ്സിലായോ? നമ്മൾ കോൺസെൻട്രേഷനെ ഡിക്രീസ് ചെയ്തത് സീറോയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ പറയുന്നത്, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയും. മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തതെങ്കിൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഈസ് റെപ്രസെന്റഡ് ബൈ യൂസിങ് ലാംഡ 0m. അങ്ങനെയാണ് നമ്മൾ ലാംഡ 0m യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി
സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിലും വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിലും എങ്ങനെയാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ കേസ് എന്നാണ് പറയുന്നത്. ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് lambda m increases slowly with dilution and can be represented by the equation lambda m is equal to lambda 0 m minus a root c. അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ നമ്മുടെ മോളാർ കണ്ടക്ടിവിറ്റി ഡൈല്യൂട്ട് ചെയ്യുന്ന അനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നു നമുക്കറിയാം. കോൺസെൻട്രേഷൻ കുറയുന്ന അനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ആണ് സംഭവിക്കുന്നത്. പക്ഷേ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ആ ഇൻക്രീസ് വളരെ പതുക്കെ നടക്കുകയുള്ളൂ. ഡൈല്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി വളരെ സ്ലോ ആയിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. ആ ഒരു ഇൻക്രീസിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലാംഡ എം ഇസ് ഈക്വൽ ടു ലാംഡ 0 m മൈനസ് എ റൂട്ട് സി എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്തില് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ലാംഡ എം വി നോ എന്താണ്? യെസ്, മോളാർ കണ്ടക്ടിവിറ്റി ആൻഡ് ലാംഡ 0 m എന്ന് പറയുന്നത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പൊ നമ്മൾ ഈ ലാംഡ എമ്മിനെ റൂട്ട് സിയുമായിട്ട് എന്ത് ചെയ്യുകയാണ്? പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. ലാംഡ എമ്മിനെയും റൂട്ട് സിനെയും കൂടെ പ്ലോട്ട് ചെയ്ത് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ഇന്റർസെപ്റ്റ് ആയിട്ട് നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റിയും കിട്ടും, സ്ലോപ്പ് ആയിട്ട് നമുക്ക് മൈനസ് എയുമായിരിക്കും കിട്ടുന്നത്. അപ്പൊ ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? നമ്മൾ ലാംഡ എമ്മിനെയും റൂട്ട് സിയും കൂടെ പ്ലോട്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ഗ്രാഫ് വരച്ചപ്പോൾ വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. യെസ്, സ്ലോപ്പ് ആണ് മൈനസ് എ ആയിട്ട് നമുക്കവിടെ കിട്ടിയത്. അവിടുത്തെ ഇന്റർസെപ്റ്റ് ആണ് ലാംഡ 0 m ആയിട്ട് കിട്ടിയത്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമെങ്കിലും ഒരു സ്ലോ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് മാത്രമാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായല്ലോ? അതേസമയം ഇൻ ദ കേസ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ എന്താണ് അവസ്ഥ? യെസ്, അസറ്റിക് ആസിഡ് പോലെയുള്ള വീക്ക് ഇലക്ട്രോലൈറ്റ്സിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വളരെ കുറവാണ്. ഇറ്റ് ഹാസ് ലോവർ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കോൺസെൻട്രേഷൻ കൂടുമ്പോഴത്തേക്കും അവരുടെ ഡിസോസിയേഷൻ പവർ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ. അപ്പൊ അങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റ്സിൽ the change in lambda m with dilution is due to increase in degree of dissociation and consequently the number of ions in total volume of solution that contains 1 mole of electrolyte. അപ്പോൾ എന്താണ്, കോൺസെൻട്രേഷൻ നമ്മൾ ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കുറയും. പക്ഷേ ഇവിടെ നമ്മൾ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്ന കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതെ. അപ്പൊ കോൺസെൻട്രേഷൻ കുറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അതിന്റെ ഓപ്പോസിറ്റ് ഇവരുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ത് ചെയ്യും? കൂടും. അപ്പം വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ നമ്മൾ എന്താ പറയാ, വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് ഡൈല്യൂഷൻ പറയുന്നത് ഏത് ടേമിന്റെ ബേസിലായിരിക്കണം? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന ടേമിന്റെ ബേസിലായിരിക്കണം. മനസ്സിലായോ? കാരണം വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ എന്താണ്, നമ്മൾ കോൺസെൻട്രേഷൻ ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കുറയും. അപ്പൊ നമ്മളിവിടെ ഡൈല്യൂട്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഡൈല്യൂട്ട് ചെയ്യുന്ന അനുസരിച്ച് ഇവരുടെ മോളാർ കണ്ടക്ടിവിറ്റിക്ക് വേരിയേഷൻ വരണമെങ്കിൽ അവിടെ എന്തായിരിക്കും കൂടുന്നത്? ഇവരുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ആ ടേം വെച്ചിട്ടാണ് നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ വേരിയേഷൻ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനത്തെ കേസിൽ എന്ത് പറ്റും? ഡൈല്യൂട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ മോളാർ കണ്ടക്ടിവിറ്റി കൂടും, വേഗം കൂടും. അപ്പൊ ജനറലി നമ്മൾ പറഞ്ഞാൽ എന്താണ്, ഡൈല്യൂട്ട് ചെയ്യുമ്പം മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. പക്ഷേ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിലും വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിലും ആ ഇൻക്രീസിന്റെ തോത് രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ഇൻക്രീസ് ചെയ്യുമെങ്കിലും ഒരു സ്ലോ ആയിട്ടുള്ള ഇൻക്രീസ് ആണ് അവിടെ നടക്കുന്നത്, അല്ലേ? അത് കാര്യം നമ്മൾ പറഞ്ഞു. അതേസമയം വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ റാപ്പിഡ് ആയിട്ടുള്ള ഇൻക്രീസ് നടത്തും. ഡൈല്യൂട്ട് ചെയ്താൽ വളരെ പെട്ടെന്ന് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അതിന്റെ റീസൺ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓൺ ഡൈല്യൂഷൻ ഇൻ ദ കേസ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് അവിടെ റാപ്പിഡ് ആയിട്ട് മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ഒരു ഇൻഫിനിറ്റ് ഡൈല്യൂഷനിലെത്തി. ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഡൈല്യൂഷനിലെത്തിയപ്പം വിച്ച് മീൻസ് കോൺസെൻട്രേഷൻ ഏതാണ്ട് 0യിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് കംപ്ലീറ്റ്ലി, അല്ലേ? അപ്പൊ ഇലക്ട്രോലൈറ്റ് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ചെയ്യും. കാരണം ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അത്രയും കൂടുകയാണ്. ഡിസോസിയേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് ഡിസോസിയേഷൻ സംഭവിക്കും. അതാണ് അല്ലേ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പം 1 ഈക്വൽ ആകും, ആൽഫ ഇസ് ഈക്വൽ ടു 1 ആകും. പക്ഷേ എന്താ, ബട്ട് അറ്റ് സച്ച് അത്രയും ലോവർ കോൺസെൻട്രേഷനിൽ, അപ്പൊ അത്രയും ലോവർ കോൺസെൻട്രേഷനിൽ നിൽക്കുകയാണ്.
ബട്ട് ദി കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ ഈസ് സോ ലോ. അപ്പം നമുക്കറിയാം കോൺസെൻട്രേഷൻ നമ്മൾ ഡിക്രീസ് ചെയ്യുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. പക്ഷേ വാട്ട് അബൌട്ട് ദി കണ്ടക്ടിവിറ്റി? അത് ഡിക്രീസ് ചെയ്യും. അപ്പം നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ മോളാർ കണ്ടക്ടിവിറ്റി അത്രയും ഇൻക്രീസ് ചെയ്ത് പോകും. പക്ഷേ കണ്ടക്ടിവിറ്റി അത്ര അപ്പം എന്താകും? ലോ ആകും. അതുകൊണ്ട് തന്നെ നമുക്കത് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ സാധിക്കാതെ വരും. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ ഇത് പതുക്കെ ഒന്ന് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഫസ്റ്റ് നമ്മൾ എന്താണ് കോൺസെൻട്രേഷനുമായിട്ട് കണ്ടക്ടിവിറ്റിയുടെയും മോളാർ കണ്ടക്ടിവിറ്റിയുടെയും വേരിയേഷൻ എന്നൊന്ന് ജസ്റ്റ് ഓർത്ത് നോക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഓരോ കേസിലും സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ്, വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെയാണെന്നൊന്ന് നോക്കിയാൽ മതി. സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല ഇതിനകത്തിൽ. ഓക്കെ, മനസ്സിലായല്ലോ? നെക്സ്റ്റ് ഈസ് കോൾറാഷ്യസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. അപ്പോൾ ഇത് കണ്ടെത്തിയത് കോൾറാഷ്യസ് ആയതുകൊണ്ടാണ് കോൾറാഷ്യസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ് എന്ന് പേര് വന്നത്. വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് ലോ റിലേറ്റഡ് ടു ഇലക്ട്രോ കെമിസ്ട്രി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ ലോ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. The law states that limiting molar conductivity of an electrolyte can be represented as the sum of individual contributions of the anion and cation of the electrolyte. അപ്പോൾ എന്താണ്? ഒരു ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്താണെന്നാണ്, അല്ലെങ്കിൽ എന്തിനോട് ഈക്വൽ ആണെന്നാണ് കോൾറാഷ്യസ് ലോ പറയുന്നത്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് ഓഫ് ബോത്ത് ആനയോൺ ആൻഡ് കാറ്റയോൺ. അപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റിലെ ആനയോണിനും ഒരു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഉണ്ട്, കാറ്റയോണിനും ഒരു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഉണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും കൂടെ സമ്മാണ് എന്തെന്ന് പറയുന്നത്? ആ ടോട്ടൽ ആ ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് ഏത് ലോ പറയുന്നത്? കോൾറാഷ്യസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. If lambda 0 Na plus and lambda 0 Cl minus are limiting molar conductivity of sodium and chloride ions respectively. അപ്പോൾ സോഡിയം അയോണിന്റെയും ക്ലോറൈഡ് അയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ്. ആ സോഡിയത്തിന്റെ ലാംഡ 0 Na പ്ലസും ക്ലോറിന്റെ ലാംഡ 0 Cl മൈനസും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ NaCl എന്ന ഇലക്ട്രോലൈറ്റിന്റെ ടോട്ടൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? സോഡിയത്തിന്റെയും ക്ലോറിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസിന്റെ സം ആയിരിക്കും. ശരിയല്ലേ? സോ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ആസ് ലാംഡ 0 ഓഫ് NaCl is equal to ലാംഡ 0 Na plus പ്ലസ് ലാംഡ 0 Cl മൈനസ് എന്ന രീതിയിൽ കൊടുക്കാം. മനസ്സിലായോ പറഞ്ഞത്? അതാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് മീൻ ബൈ കോൾറാഷ്യസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്? യെസ്, ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് ദി സം ഓഫ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ബോത്ത് ആനയോൺ ആൻഡ് കാറ്റയോൺ റെസ്പെക്റ്റീവ്ലി. മനസ്സിലായല്ലോ? അപ്പൊ ഇക്വേഷനും എക്സാമ്പിൾ സഹിതം വേണം എക്സാമിന് നിങ്ങൾ എഴുതാനായിട്ട്. ഇനി in general, if an electrolyte on dissociation gives എന്താണ് new plus cations and new minus cations. ഇപ്പം നമ്മളൊരു ഇലക്ട്രോലൈറ്റിനെ ഡിസോസിയേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ ആനയോണും ഉണ്ടാകും കാറ്റയോണും ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ന്യൂ പ്ലസ് കാറ്റയോണും ന്യൂ മൈനസ് ആനയോണും ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ജനറലി ഹൗ ക്യാൻ വി റൈറ്റ് ദെയർ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി? എങ്ങനെ എഴുതാൻ പറ്റും? ലാംഡ 0 m ഓഫ് ഇലക്ട്രോലൈറ്റ് ഇസ് ഈക്വൽ ടു ന്യൂ പ്ലസ് ലാംഡ 0 പ്ലസ്. അപ്പൊ ഇത് കാറ്റയോണിന്റെയും പ്ലസ് ന്യൂ മൈനസ് ലാംഡ 0 മൈനസ്. അപ്പൊ ഇത് ആനയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സം ആണ്. അപ്പൊ ഇവിടെ ഈ ലാംഡ 0 പ്ലസും ലാംഡ 0 മൈനസും ആണ് കാറ്റയോണിന്റെയും ആനയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? സോ ദിസ് ഈസ് ദി കോൾറാഷ്യസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ആപ്ലിക്കേഷൻ ഓഫ് കോൾറാഷ്യസ് ലോ ആണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ കോൾറാഷ്യസ് ലോ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തത്. യൂസിങ് കോൾറാഷ്യസ് ലോ it is possible to calculate lambda 0 m of any electrolyte from the lambda 0 m of individual ions. അതായത് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡിവിജ്വൽ അയോൺസിന്റെ
ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഉപയോഗിച്ച് ഏതൊരു ഇലക്ട്രോലൈറ്റിന്റെയും ടോട്ടൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഏത് ലോ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം? കോൾറാഷ്യസ് ലോ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഇപ്പൊ നമ്മൾ സോഡിയം ക്ലോറൈഡിന്റെ കേസ് നമ്മൾ പറഞ്ഞു. സോഡിയത്തിന്റെയും ക്ലോറൈഡ് അയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അറിയാമെങ്കിൽ സിംപ്ലി നമുക്ക് സോഡിയം ക്ലോറൈഡിന്റെ ടോട്ടൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അത് കോൾറാഷ്യസ് ലോയുടെ സഹായത്തോടെയാണല്ലോ നമ്മൾ ചെയ്തത്. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് കോൾറാഷ്യസ് law. Then, moreover, for weak electrolytes like acetic acid, it is possible to determine the value of its dissociation constant by using Kohlraasch's law. ഇനി അസറ്റിക് ആസിഡ് പോലെ വീക്ക് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു അവർക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ് അവിടുത്തെ ടേം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ കോൾറാഷ്യസ് ലോ ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് അവരുടെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ഓഫ് കോൾറാഷ്യസ് ലോ. മനസ്സിലായല്ലോ? ഇനി എങ്ങനെയാണ് അതിന്റെ ഒരു ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ, if the alpha is the degree of dissociation, degree of dissociation നമ്മൾ alpha എന്ന് എടുക്കുന്നു. we know lambda m is the molar conductivity and concentration is C and lambda 0 m is the limiting molar conductivity. അപ്പോൾ അവരുടെ degree of dissociation കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് alpha is equal to lambda m by lambda 0 m, molar conductivity divided by limiting molar conductivity. മനസ്സിലായല്ലോ? സോ ഇവിടെ നിന്ന് നമുക്ക് ഡിസോസിയേഷൻ കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ, ഇത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. ഇവിടെ നിന്ന് നമുക്ക് ഡിസോസിയേഷൻ കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? Ka is equal to C alpha square by 1 minus alpha. അപ്പൊ ഇവിടെ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കിട്ടും. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കിട്ടിയാൽ അവിടെ നിന്ന് നമുക്ക് ഡിസോസിയേഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതും നമുക്ക് ഏത് ലോയുടെ ഹെൽപ്പോട് കൂടിയാണ് കിട്ടിയത്? കോൾറാഷ്യസ് ലോ യൂസ് ചെയ്തിട്ടാണ് കിട്ടിയത്. സോ ദാറ്റ് ഈസ് another important application of Kohlraasch's law. So what are the applications of Kohlraasch's law? Yes, by using Kohlraasch's law we can calculate limiting molar conductivity of any electrolyte by using the limiting molar conductivities of their individual ions, right? Yes, and for in the case of weak electrolytes like acetic acid, we can easily determine the dissociation constant by using Kohlraasch's law. This is the equation for that. Clear ആയല്ലോ? നെക്സ്റ്റ് ഈസ് ഇലക്ട്രോളിറ്റിക് സെൽസ് ആൻഡ് ഇലക്ട്രോളിസിസ്. അടുത്തത് നമ്മൾ ഇലക്ട്രോളിറ്റിക് സെൽ എന്താണെന്നും ഇലക്ട്രോളിസിസ് എന്താണെന്നും ജസ്റ്റ് ഒന്ന് പഠിക്കാം. നമ്മളിപ്പോൾ ഇത്രയും നേരം ഗാൽവനിക് സെല്ലിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇനി ഇലക്ട്രോളിറ്റിക് സെൽ എന്താണെന്നുള്ളത് നോക്കാം. പ്രത്യേകിച്ച് നല്ല സിമ്പിൾ ആണ്, നമുക്ക് നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇൻ ആൻ ഇലക്ട്രോളിറ്റിക് സെൽ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് വോൾട്ടേജ് ഈസ് യൂസ്ഡ് ടു ബ്രിങ് അബൌട്ട് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലിൽ നമ്മൾ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് വോൾട്ടേജ് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എവിടെ എപ്പോഴും ഒരു എക്സ്റ്റേണൽ സ്റ്റോറേജ് ഓഫ് വോൾട്ടേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അതിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോളിറ്റിക് സെൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൽ 2 കോപ്പർ സ്ട്രിപ്സ് ഉണ്ടാകും. അതിനെ നമ്മൾ എന്താണ് കോപ്പർ സൾഫേറ്റിന്റെ അക്വ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോളിറ്റിക് സെൽ വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 കോപ്പർ സ്ട്രിപ്സ് ഡിപ്ഡ് ഇൻ ടു എ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ദെൻ നമ്മൾ അവിടേക്ക് ആ ഇലക്ട്രോഡിലേക്ക് DC വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇഫ് DC വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു ദി 2 ഇലക്ട്രോഡ്സ്, വാട്ട് ഹാപ്പൻസ്? Cu2+ അയോൺസ് കാഥോഡിൽ ഡിസ്ചാർജ് ചെയ്യും. അപ്പൊ ഇലക്ട്രോളിറ്റിക് സെല്ലിന്റെ കേസിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? കാഥോഡ് ആയിരിക്കും. അതേപോലെ പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? ആനോഡ് ആയിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഗാൽവനിക് സെൽ എന്താണ്? കാഥോഡ് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ആനോഡ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ് എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോളിറ്റിക് സെൽ കാഥോഡ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ആനോഡ് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. അപ്പോൾ ഇവിടെ എന്താണ്? ഈ 2 ഇലക്ട്രോഡ്സിലേക്കും നമ്മൾ DC വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ Cu2+ അയോൺസ് എവിടെ ഡിസ്ചാർജ് ചെയ്യപ്പെടും? കാഥോഡിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടും ആണല്ലോ. അപ്പൊ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? Cu2+ 2 ഇലക്ട്രോൺ റിഡക്ഷൻ ആണ് നടന്നത്. വി നോ ദാറ്റ് കാഥോഡിൽ എന്താണ് നടക്കുന്നത്? റിഡക്ഷൻ, ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ് ആണ് നടക്കുന്നത്. സോ നമ്മുടെ റിഡക്ഷന്റെ ഇക്വേഷൻ അങ്ങനെ വരുമ്പോൾ കാഥോഡിൽ ഏത് മെറ്റൽ ഡിപ്പോസിറ്റ് ചെയ്യും? കോപ്പർ മെറ്റൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടും. ഓക്കെ. ദെൻ പക്ഷേ ഇൻ ദ കേസ് ഓഫ്
ആനോഡ് എന്ത് സംഭവിക്കും? കോപ്പർ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു Cu2+ അയോൺ ബൈ ലൂസിംഗ് 2 ഇലക്ട്രോൺസ്. ദാറ്റ് ഈസ് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദി കേസ് ഓഫ് ആനോഡ്. അത് രണ്ട് സെല്ലിന്റെ കേസിലും സെയിം ആണ്. ഗാൽവനിക് സെല്ലിലാണെങ്കിലും ഇലക്ട്രോളിറ്റിക് സെല്ലിലാണെങ്കിലും എന്താണ്? കാഥോഡിൽ റിഡക്ഷനും ആനോഡിൽ ഓക്സിഡേഷനും തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇലക്ട്രോഡ്സിന്റെ ചാർജുകൾ തമ്മിൽ രണ്ട് സെല്ലിലും വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താണ്? ഇൻ ദ കേസ് ഓഫ് ആനോഡ് കോപ്പർ എന്തായിട്ട് മാറും? യെസ്, ഓക്സിഡേഷൻ നടന്ന് Cu2+ ആയിട്ട് മാറും. ഓക്കെ, ആ കോപ്പർ ഈ Cu2+ എന്ന് പറയുന്ന ഓക്സിഡൈസ് കോപ്പർ ആനോഡിൽ ഓക്സിഡൈസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ആൻഡ് ഗെറ്റ് റെഡ്യൂസ്ഡ് അറ്റ് ദി കാഥോഡ്. മനസ്സിലായോ? അപ്പൊ കോപ്പർ ആനോഡിൽ ഓക്സിഡൈസ് ചെയ്തിട്ട് കാഥോഡിൽ അതെന്ത് ചെയ്യും? ഡിപ്പോസിറ്റ് ചെയ്യപ്പെടും. ഇതാണ് ശരിക്കും എന്താണ്? ഒരു ഇംപ്യുവർ കോപ്പറിനെ നല്ല പ്യുവർ ആയിട്ടുള്ള കോപ്പർ ആക്കി മാറ്റാൻ ഇൻഡസ്ട്രിയൽ ബേസിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ദിസ് ഈസ് ദി ബേസിസ് ഫോർ ആൻ ഇൻഡസ്ട്രിയൽ പ്രോസസ് ഇൻ വിച്ച് ഇംപ്യുവർ കോപ്പർ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു കോപ്പർ ഓഫ് ഹൈ പ്യൂരിറ്റി. ഇനി അപ്പൊ നമ്മളത് ശരിക്കും അവിടെ ഇപ്പോൾ 2 കോപ്പർ സ്ട്രിപ്സ് ഇലക്ട്രോഡ്സ് ആയിട്ട് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നമ്മളിപ്പോൾ ഇംപ്യുവർ കോപ്പറിന്റെ കേസ് വരുമ്പോഴത്തേക്കും ആനോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഇംപ്യുവർ കോപ്പർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ദാറ്റ് ഡിസോൾവ്സ് ഓൺ പാസിംഗ് കറന്റ് ആൻഡ് പ്യുവർ കോപ്പറിനെ അപ്പൊ നമുക്ക് എവിടെ കിട്ടും? കാഥോഡിൽ ഡിപ്പോസിറ്റഡ് ആയിട്ട് കിട്ടും. യെസ്, അതുപോലെ തന്നെ എന്താ? നമുക്ക് ഇലക്ട്രോളിസിസ് എന്ന മെത്തേഡ് യൂസ് ചെയ്ത് സോഡിയത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും മെറ്റൽസിനെ ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം? പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെയർ ഫ്യൂസ്ഡ് ക്ലോറൈഡ്സ് ആൻഡ് അലൂമിനിയം ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇലക്ട്രോളിസിസ് ഓഫ് അലൂമിനിയം ഓക്സൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ക്രയോലൈറ്റ്. ഓരോന്നിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഇലക്ട്രോളിറ്റിക് മെത്തേഡുകളുണ്ട്. ഇപ്പൊ ഇലക്ട്രോളിസിസ് തന്നെയാണ് ജനറലി യൂസ് ചെയ്യുന്ന മെത്തേഡ്. യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ്സിനും സൊല്യൂഷനും ഒക്കെ എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാവും. അപ്പം സോഡിയത്തിന്റെ കേസിൽ നമുക്ക് ഫ്യൂസ്ഡ് ക്ലോറൈഡ് യൂസ് ചെയ്യാം. അലൂമിനിയത്തിന്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്താണ്? ക്രയോലൈറ്റിന്റെ പ്രസൻസിൽ അലൂമിനിയം ഓക്സൈഡ് യൂസ് ചെയ്തിട്ടാണ് ഇലക്ട്രോളിസിസ് നടത്തുന്നത്. അപ്പൊ എന്തായാലും ഇലക്ട്രോളിസിസ് എന്ന പ്രോസസ്സിലൂടെ കോപ്പർ, അലൂമിനിയം, സോഡിയം എന്നീ മെറ്റൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ഇലക്ട്രോളിറ്റിക് സെല്ലും ഇലക്ട്രോളിസിസ് എന്താണെന്നുള്ളതും ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ നമുക്കിത്. യെസ്, next is Faraday's law of electrolysis. So another important law related to electrochemistry is Faraday's law. Faraday's law of electrolysis. There are 2 laws. The first law is amount of chemical reaction which occurs at any electrode during electrolysis by a current is proportional to the quantity of electricity passed through the electrolyte. അതായത് ഫസ്റ്റ് ലോ പറയുന്നത് ഏതെങ്കിലും ഒരു ഇലക്ട്രോഡിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷന്റെ എമൗണ്ട് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? യെസ്, ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ദാറ്റ് പാസ്ഡ് ത്രൂ ദി ഇലക്ട്രോലൈറ്റ്. ആ ഇലക്ട്രോലൈറ്റിൽ കൂടി എത്രത്തോളം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു ആ ഇലക്ട്രിസിറ്റിയുടെ അമൗണ്ടിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഇലക്ട്രോഡിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷന്റെ അമൗണ്ട് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ലോ ഓഫ് Faraday's law of electrolysis. Then what about the second law? The amount of different substances liberated by the same quantity of electricity passed through the electrolytic solution which is proportional to their chemical equivalent weight. അതായത് രണ്ടാമത്തെ ലോ പറയുന്നത് സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി തന്നെ ഈ സൊല്യൂഷനകത്തിൽ കൂടി നമ്മൾ കടത്തിവിടുകയാണ്. അപ്പോൾ ഒരേ എമൗണ്ട് തന്നെ നമ്മൾ കടത്തിവിടുമ്പോഴും ഡിഫറെന്റ് സബ്സ്റ്റൻസുകളാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ലിബറേറ്റ് ചെയ്യപ്പെടുന്നത്. ആ ഡിഫറെന്റ് സബ്സ്റ്റൻസിന്റെ അമൗണ്ട് എന്ന് പറയുന്നത് എന്തിനോട് പ്രൊപ്പോർഷണൽ ആണ്? അവരുടെ കെമിക്കൽ ഇക്വലന്റ് വെയിറ്റിനോട് പ്രൊപ്പോർഷണൽ ആണ്. അപ്പം നിങ്ങൾക്ക് തോന്നും എന്താണ് ഈ കെമിക്കൽ ഇക്വലന്റ് വെയിറ്റ് എന്നുള്ളത്? ഇറ്റ് ഈസ് എങ്ങനെയാണ് നമുക്ക് കെമിക്കൽ ഇക്വലന്റ് വെയിറ്റ് കിട്ടുന്നത്? അറ്റോമിക് മാസ് of a metal divided by number of electrons required to reduce the cation. ഒരു കാറ്റയോണിനെ റെഡ്യൂസ് ചെയ്യാൻ എത്ര ഇലക്ട്രോൺസ് വേണം അതും പിന്നെ ആ മെറ്റലിന്റെ അറ്റോമിക് മാസോടെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് കെമിക്കൽ ഇക്വലന്റ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരേ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി തന്നെ ഒരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിലൂടെ പാസ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിരിക്കും അവിടെ ലിബറേറ്റ് ചെയ്യപ്പെടുന്നത്. ആ ഡിഫറെന്റ് സബ്സ്റ്റൻസിന്റെ അമൗണ്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ അവരുടെ തന്നെ കെമിക്കൽ ഇക്വലന്റ് വെയിറ്റിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കുമെന്നാണ് ഫാരഡേയുടെ സെക്കൻഡ് ലോ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോളിസിസിൽ 2 ലോസ് പറയുന്നുണ്ട്. ഒന്നാമത്തെ ലോ പറയുന്നത് ഏതെങ്കിലും ഒരു ഇലക്ട്രോഡിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷന്റെ എമൗണ്ട്
എന്ന് പറയുന്നത് ആ ഇലക്ട്രോളിറ്റിക് സൊല്യൂഷനിലൂടെ നമ്മൾ പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ അമൗണ്ടിനോട് ഈക്വൽ ആയിരിക്കും. രണ്ടാമത്തെ ലോ പറയുന്നത് ഒരേ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി തന്നെ നമ്മൾ ഇലക്ട്രോളിറ്റിക് സൊല്യൂഷനിലൂടെ പാസ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് സബ്സ്റ്റൻസുകൾ ലിബറേറ്റ് ചെയ്യും. ദാറ്റ് എമൗണ്ട് ഓഫ് ഡിഫറെന്റ് സബ്സ്റ്റൻസസ് ലിബറേറ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദെയർ കെമിക്കൽ ഇക്വലന്റ് വെയിറ്റ് ആൻഡ് by using the equation atomic mass of a metal divided by number of electrons required to reduce a cation, that is the equation for calculating chemical equivalent weight. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് വെരി ഇമ്പോർട്ടൻറ്റ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. ഫാരഡേസ് ലോ അനുസരിച്ച് Q is equal to I into T, അതാണ് നമ്മുടെ ഇക്വേഷൻ. വെയർ Q is the quantity of electricity, its unit is coulomb, and I is the current and its unit is ampere, and T is the second, its unit is second. T is the time, its unit is second. Okay, so what is the equation for Faraday's second law? Q is equal to IT, where Q is the quantity of electricity, I is the current in amperes, and T is the time in seconds. മനസ്സിലായല്ലോ? Then ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അതായത് the amount of electricity or charge required for oxidation or reduction depends on the electrode reaction. അപ്പോൾ എത്രത്തോളം ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ എത്രത്തോളം ചാർജ് ഒരു ഓക്സിഡേഷൻ ഒരു റിഡക്ഷൻ റിയാക്ഷൻ ആവശ്യമാണ് എന്നുള്ളത് ആ റിയാക്ഷൻ്റെ ഇലക്ട്രോഡിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. നമ്മളൊരു റിയാക്ഷനിൽ ഏത് ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ റിയാക്ഷനിൽ ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ചാർജിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ സിൽവറിൻ്റെ റിഡക്ഷൻ റിയാക്ഷൻ കാണിച്ചിട്ടുണ്ട് അല്ലേ? സിൽവർ അയോൺ സിൽവർ ആയിട്ട് മാറുന്ന റിഡക്ഷൻ റിയാക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മോൾ സിൽവർ അയോണിനെ റിഡ്യൂസ് ചെയ്യാനായിട്ട് ഒരൊറ്റ ഇലക്ട്രോണിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഒറ്റ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തപ്പോൾ തന്നെ സിൽവർ അയോൺ എന്തായി? റിഡ്യൂസ് ചെയ്യപ്പെട്ടു, സിൽവർ മെറ്റലായിട്ട് അത് മാറി. നമുക്കറിയാം ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് 1.6 into 10⁻⁻⁹ കൂളം ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ ഒരു മോളിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, അവഗാഡ്രോ നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഒരു ഇലക്ട്രോണിന്റെ ചാർജിനെ ഒരു മോൾ ഓഫ് ഇലക്ട്രോണിന്റെ ചാർജിലേക്ക് മാറ്റാൻ മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് അവഗാഡ്രോ നമ്പർ. സോ 6.022 into 10⁻23 into 1.6 into 10⁻⁻⁹ we get the value 96,487 കൂളം or 96,500 കൂളം. ഇതിനെയാണ് 1 ഫാരഡേ എന്ന് വിളിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഞാൻ ഈ വാല്യൂ പറഞ്ഞതാണ്. അപ്പോൾ ഈ വാല്യൂ വന്നത് എങ്ങനെയാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇതിപ്പോൾ 96,487 നമ്മൾ അതിനെ റൗണ്ട് ചെയ്തിട്ട് 96,500 എന്ന് പറയുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് 1 ഫാരഡേ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഈ ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 ഫാരഡേ എന്ന് പറയുന്നത്, എഫ് എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അതേസമയം അടുത്ത ഒരു റിയാക്ഷൻ നോക്കിക്കേ. യെസ്, ഫോർ ദി ഇലക്ട്രോഡ് റിയാക്ഷൻ മഗ്നീഷ്യത്തിന് റിഡക്ഷൻ നടന്നിട്ട് മഗ്നീഷ്യം അയോണിന് റിഡക്ഷൻ നടന്ന് അത് മഗ്നീഷ്യമായിട്ട് മാറിയപ്പോൾ ഇവിടെ ഒരു മോൾ മഗ്നീഷ്യം അയോണിനെ റിഡ്യൂസ് ചെയ്യാൻ എത്ര ഇലക്ട്രോൺ വേണ്ടി വന്നു? യെസ്, 2 ഇലക്ട്രോൺസ് വേണ്ടി വന്നു അല്ലേ? അപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ്? എത്ര ഫാരഡേ വേണ്ടി വന്നു എന്നാണ്? 2 ഫാരഡേ വേണ്ടി വന്നു എന്നാണ്. മനസ്സിലായോ? അതേപോലെ തന്നെ അലുമിനിയത്തിന്റെ കേസ് നിങ്ങൾ നോക്കിക്കേ. യെസ്, ഒരു അലൂമിനിയം അയോണിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് 3 ഇലക്ട്രോൺസിന്റെ ആവശ്യം അവിടെ വേണ്ടി വന്നു, വിച്ച് മീൻസ് 3 ഫാരഡേ വേണ്ടി വന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി റിക്വയർഡ് ഫോർ ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഏത് ഇലക്ട്രോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എത്ര നിങ്ങൾക്ക് ഫാരഡേ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും. ഇതുപോലെയുള്ളൊരു റിയാക്ഷൻ തന്നിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് സിൽവറിന്റെ കേസിൽ അല്ല മഗ്നീഷ്യത്തിന്റെ കേസിൽ, അലൂമിനിയത്തിന്റെ കേസിൽ, ഇങ്ങനെയുള്ള കേസിൽ റിഡക്ഷൻ നടത്തണമെങ്കിൽ എത്ര ഫാരഡേ വേണ്ടി വരും എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഈ രീതിയിൽ റിഡക്ഷൻ റിയാക്ഷൻ എഴുതിയിട്ട് എത്ര ഇലക്ട്രോൺസ് യൂസ് ചെയ്താണ് അവിടെ ഒരു അയോണിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത് അത്രയും ഫാരഡേ ആണ് അവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സോ ദിസ് ഈസ് ദി ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. നെക്സ്റ്റ് ഈസ് പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ്. സോ ഇപ്പൊ നിങ്ങൾക്ക് ഇലക്ട്രോളിസിസ് എന്താണെന്ന് അറിയാം. ഇനി അടുത്തത് പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ്. എന്തായിരിക്കാം ഇലക്ട്രോളിസിസിന്റെ പ്രോഡക്റ്റ് എന്നുള്ളതിന്റെ ജസ്റ്റ് ഒരു തിയറട്ടിക്കൽ പാർട്ടാണ്.
Product of electrolysis depend on the nature of material being electrolyzed and the type of electrodes being used. അതായത് നമ്മൾ അവിടെ ഇലക്ട്രോലൈസ് ചെയ്യപ്പെടുന്ന മെറ്റീരിയൽ ഏതാണോ അതിൻ്റെ നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ആ ഇലക്ട്രോളിറ്റിക് റിയാക്ഷനിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ്സിൻ്റെ നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത് ഒരു ഇലക്ട്രോളിസിസിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? അവിടെ ഇലക്ട്രോളിസിസ് സംഭവിക്കുന്ന മെറ്റീരിയലിൻ്റെ നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ തന്നെ ഇലക്ട്രോളിസിസിന് യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ്സിൻ്റെ നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമുക്ക് ഇലക്ട്രോളിസിസിൻ്റെ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ്സ് ഇനേർട്ട് ആണെന്ന് വിചാരിക്കുക, റിയാക്റ്റീവ് അല്ല എന്ന് വിചാരിക്കുക. ഇപ്പം ഗോൾഡ്, പ്ലാറ്റിനം അങ്ങനത്തെ ഇലക്ട്രോഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ. അവരെന്ത് ചെയ്യത്തില്ല? ആ റിയാക്ഷനിൽ പങ്കെടുക്കത്തില്ല. അവർ ജസ്റ്റ് എന്താ പറയുക, ഇലക്ട്രോൺസിൻ്റെ ഒരു സോഴ്സ് ആയിട്ട് മാത്രമേ അവിടെ ആക്ട് ചെയ്യത്തുള്ളൂ. അതേസമയം നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് റിയാക്റ്റീവ് ആണെങ്കിൽ അവരും ആ കെമിക്കൽ റിയാക്ഷനിൽ എന്ത് ചെയ്യും? പാർട്ടിസിപ്പേറ്റ് ചെയ്യും. മനസ്സിലായോ? അങ്ങനെ വരുമ്പോഴത്തേക്കും അപ്പം നമ്മൾ റിയാക്റ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യുമ്പം വേറൊരു പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. നോൺ റിയാക്റ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യുമ്പം അതിൻ്റെ പ്രോഡക്റ്റ് വേറെ ആയിരിക്കും. അപ്പോൾ അതാണ് രണ്ട് കേസിലും ഇലക്ട്രോളിസിസിൻ്റെ പ്രോഡക്ട്സിൽ എന്ത് വരും? ഡിഫറൻസ് ഉണ്ടാകും. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ the product of electrolysis depends on different oxidizing and reducing species present in the electrolytic cell and their standard electrode potential. അപ്പം നമ്മുടെ ഇലക്ട്രോളിസിസിൻ്റെ പ്രോഡക്റ്റ് പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ആ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ഏതൊക്കെ ഓക്സിഡൈസിങ് ഏജന്റ് അല്ലെങ്കിൽ ഏതൊക്കെ റെഡ്യൂസിങ് സ്പീഷീസ് ഉണ്ടോ അതിനെയും എന്ത് ചെയ്യും? ഇലക്ട്രോളിസിസിൻ്റെ പ്രോഡക്റ്റ് ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ അവരുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെയും അതിൻ്റെ പ്രോഡക്റ്റ് ഡിപ്പെൻഡ് ചെയ്യും. മനസ്സിലായി? അതേപോലെ മോർ ഓവർ സം ഓഫ് ദി ഇലക്ട്രോകെമിക്കൽ പ്രോസസ് ഓൾദോ ഫിയസിബിൾ ആർ സോ സ്ലോ കൈനറ്റിക്കലി ദാൻ അറ്റ് ലോ വോൾട്ടേജസ് ദിസ് ഡസ് നോട്ട് സീം ടു ടേക്സ് പ്ലേസ് ആൻഡ് എക്സ്ട്രാ പൊട്ടൻഷ്യൽ വിച്ച് ഈസ് കോൾഡ് ഓവർ പൊട്ടൻഷ്യൽ ഹാസ് ടു ബി അപ്ലൈഡ് വിച്ച് മേക്സ് സച്ച് പ്രോസസ് മോർ ഡിഫിക്കൽട്ട് ടു ഒക്കർ. അതായത് ചില ഇലക്ട്രോകെമിക്കൽ പ്രോസസ്സ് ഫീസിബിൾ ആണെങ്കിലും നമ്മൾ എന്താ വളരെ കൈനറ്റിക്കലി അത് വളരെ സ്ലോ ആയിരിക്കും. മനസ്സിലായി? വോൾട്ടേജ് ഒക്കെ വളരെ കുറവാണെങ്കിൽ വളരെ സ്ലോ ആയിട്ടായിരിക്കും അത് നടക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ അത് നടക്കാൻ സാധ്യത തന്നെ വളരെ കുറവാണ് ആ ഒരു വോൾട്ടേജിൻ്റെ കേസിൽ. അപ്പോൾ നമ്മളൊരു എക്സ്ട്രാ പൊട്ടൻഷ്യൽ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടതായിട്ട് വരും. ആ ഒരു എക്സ്ട്രാ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓവർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? പക്ഷേ ഓവർ പൊട്ടൻഷ്യൽ നമ്മൾ അപ്ലൈ ചെയ്താൽ തന്നെയും എന്താണ്? കുറച്ചുകൂടെ പ്രയാസമാണത് നടക്കാനായിട്ട്. മനസ്സിലായി? അപ്പോൾ അങ്ങനത്തെ കേസുകളും ഇലക്ട്രോളിസിസിൽ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോളിസിസിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ റിയാക്ഷനിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ്സിൻ്റെ നേച്ചറിനെയും അവിടെ ഇലക്ട്രോളിസിസിന് വിധേയമാകുന്ന മെറ്റീരിയലിൻ്റെ നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് റിയാക്റ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സ് യൂസ് ചെയ്താൽ വേറൊരു പ്രോഡക്റ്റ് ആയിരിക്കും. നോൺ റിയാക്റ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സ് യൂസ് ചെയ്താൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ടും കിട്ടുന്നത്. അതേപോലെ തന്നെ ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് സ്പീഷീസും അവരുടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇലക്ട്രോളിസിസിൻ്റെ പ്രോഡക്റ്റിന് എന്ത് സംഭവിക്കാം? മാറ്റങ്ങൾ സംഭവിക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ തിയററ്റിക്കലായിട്ട് ഇത്രയും പാർട്ടാണ് ഇന്നുള്ളത്. നമ്മൾ തുടക്കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? തിയററ്റിക്കലി നമ്മൾ ഇത്രയും ലോസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പം മോളാർ കണ്ടക്ടിവിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അതേപോലെ തന്നെ വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഡൈല്യൂഷൻ എന്ന രീതിയിൽ നമ്മൾ പഠിച്ചു അല്ലേ? അതേപോലെ തന്നെ എന്താണ് റിലേറ്റഡ് ലോ ആയിട്ടുള്ള കോൾറാഷ്യസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ് പഠിച്ചു. ആപ്ലിക്കേഷൻ ഓഫ് കോൾറാഷ്യസ് ലോ പഠിച്ചു. അത് പഠിച്ചു. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് എന്താ പറയുക ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് ഫസ്റ്റ് ലോ പഠിച്ചു, സെക്കൻഡ് ലോ പഠിച്ചു. അതിനുശേഷം നമ്മൾ ഇലക്ട്രോളിറ്റിക് സെൽ ആൻഡ് ഇലക്ട്രോളിസിസും ആൻഡ് ഫൈനലി പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് പഠിച്ചു. ഇനി ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇത്രയും പഠിച്ചതുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ദ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് എ കോളം ഓഫ് 0.05 mol per liter sodium hydroxide solution of diameter 1 centimeter and length 15 centimeter is 5.55 into 10 raised to 3 ohm. Calculate its resistivity, conductivity and molar conductivity. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം ഒന്ന് എടുത്ത് എഴുതാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഡയമീറ്റർ തന്നിട്ടുണ്ട് 1 centimeter. അപ്പോൾ ഡയമീറ്റർ തന്നിരിക്കുന്നത് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡയമീറ്ററിൻ്റെ ഹാഫാണ്, ദാറ്റ് ഈസ് 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 0.5 centimeter. അങ്ങനെ എഴുതാം അല്ലേ? അതേപോലെ ലെങ്ത് തന്നിട്ടുണ്ട് 50 centimeter ലെങ്ത് തന്നിട്ടുണ്ട്.
ഓക്കെ, ദെൻ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. R is equal to 5.55 into 10⁻³ ഓം റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഇതിനകത്തിൽ ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാം πr² ആണ്. പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു ആറിൻ്റെ സ്ഥാനത്ത് 0.5 ഹോൾ സ്ക്വയർ കൊടുത്തു. അപ്പം നമുക്ക് 0.785 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടി. അതിനെ നമ്മൾ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്തതാണ് ഇത്. മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ഇനി എന്താ നമുക്കറിയാം ആറിന്റെ ഇക്വേഷൻ എന്താണ്? R is equal to ρl/A ആണ് റെസിസ്റ്റൻസ്. പക്ഷെ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് റെസിസ്റ്റിവിറ്റി ആണ്. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റോ ആണ്. അപ്പോൾ R is equal to ρl/A യിൽ നിന്നും റോയിനെ ഈ സൈഡിലേക്ക് മാറ്റിയാൽ A ഇൻറ്റു ആർ അല്ലെ, A അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ എന്താണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത L താഴെ വരും. അങ്ങനെയാണ് നമുക്ക് ഇതാ ഇക്വേഷൻ കിട്ടിയത്. കണ്ടോ, റോ is equal to A ഇൻറ്റു R/L എന്ന ഇക്വേഷൻ നമുക്ക് കിട്ടിയത് അങ്ങനെയാണ്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മുടെ ലെങ്ത് കൊണ്ട് 50 സെൻറ്റിമീറ്റർ ആണെന്നുള്ളത്. അപ്പോൾ അതിനെ ഇവിടെ മീറ്റർ ആക്കി മാറ്റിയിരിക്കുന്നതാണ്. പോട്ടെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? സെന്റിമീറ്ററിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആദ്യമേ നമുക്ക് ലാസ്റ്റിൽ എല്ലാത്തിനും എന്ത് ചെയ്യാം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഏരിയ നമുക്ക് കിട്ടി ഇവിടുന്ന് 0.785 ഇൻറ്റു നമുക്ക് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എന്താണ്? 5.555 ഇൻറ്റു 10⁻³ റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടോ, ഡിവൈഡഡ് ബൈ ലെങ്ത് 50. ഓക്കെ, അപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം ഈ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ. 87.135 ഓം സെന്റിമീറ്ററിലാണ് ചെയ്തിരിക്കുന്നത്. അത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ആദ്യത്തെ ടേം കഴിഞ്ഞു, റെസിസ്റ്റിവിറ്റി. ഇനി അടുത്ത എന്താണ്? കണ്ടക്ടിവിറ്റി. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ റെസിസ്റ്റിവിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി? യെസ്, വി നോ ദാറ്റ് കണ്ടക്ടിവിറ്റി ഈസ് ദി റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി അല്ലേ? യെസ്, അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് കണ്ടക്ടിവിറ്റി K അല്ലെങ്കിൽ കാപ്പ ഇസ് ഈക്വൽ ടു 1/ρ എന്ന് നമ്മൾ എഴുതിയത്. അപ്പൊ റോ നമ്മളിപ്പോ കണ്ടുപിടിച്ചു 87.135. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? 87.135 എന്ന് കൊടുത്തേക്കുന്നത്. ഈ വാല്യൂ നിങ്ങൾക്ക് കിട്ടുമോ നോക്കുക. കണ്ടക്ടിവിറ്റി 0.01148 സീമെൻസ് സെന്റിമീറ്റർ റൈസ് ടു -1. ഓക്കെ, ദെൻ അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മോളാർ കണ്ടക്ടിവിറ്റി ആണ്. മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ K ഇൻറ്റു 1000/C. നമ്മൾ സെന്റിമീറ്റർ ചെയ്യുന്നതാണത്, SI യൂണിറ്റിലുള്ള ഇക്വേഷൻ അല്ല. അപ്പൊ നമുക്ക് ഇപ്പൊ K നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ, ഇൻറ്റു 1000 അവിടെ ഉണ്ട്. ദെൻ സി കോൺസെൻട്രേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 0.05 അല്ലേ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സീമെൻസ് സെന്റിമീറ്റർ സ്ക്വയർ പെർ മോളിനകത്തിൽ കിട്ടുന്ന വാല്യൂ ആണ് 229.6 എന്നുള്ളത്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇനി ഇപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂസ് ഒന്നും SI യൂണിറ്റിലല്ല, അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഏറ്റവും ലാസ്റ്റ് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓരോന്ന് ചെയ്യുന്നതനുസരിച്ച് ചെയ്യാം, അതല്ല എങ്കിൽ ഏറ്റവും ലാസ്റ്റ് ചെയ്താലും മതി. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ ഇവിടെ ഏറ്റവും അവസാനമാണ് ചെയ്തിട്ടിരിക്കുന്നത്. ഈ വാല്യൂസിനെ എല്ലാം എന്ത് ചെയ്തിരിക്കുകയാണ്? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യം നമ്മുടെ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ 87.135 ആയിരുന്നു. അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇൻറ്റു 10⁻² വെച്ച് ചെയ്തപ്പം മീറ്ററായി, ഓം മീറ്ററായി. അത് കഴിഞ്ഞ് കണ്ടക്ടിവിറ്റി K, അതിന്റെ വാല്യൂ എന്താണ്? ഇതിന്റെ കൂടെ ഈ 87.135ന്റെ കൂടെ 10⁻² വിടിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1.148 സീമൻ മീറ്റർ റൈസ് ടു -1 എന്ന് വന്നു. അടുത്തത് മോളാർ കണ്ടക്ടിവിറ്റി എന്താണ്? അവിടെ നമ്മൾ കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇൻറ്റു 10⁻⁻4 സീമൻ മീറ്റർ സ്ക്വയർ മോൾ റൈസ് ടു -1 എന്ന് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളോട്, സിമ്പിൾ ആണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം സൈഡിലേക്ക് ഒന്ന് എഴുതി വെക്കുക. അതുമായി റിലേറ്റ് ചെയ്ത ഇക്വേഷൻ എഴുതുക. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത ഇക്വേഷൻ ഏതൊക്കെയാണ് എന്ന് ചിന്തിച്ചിട്ട് സ്ലോലി ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ കിട്ടും. ക്വസ്റ്റ്യൻസ് കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടിവിറ്റി സെൽ ഫിൽഡ് വിത്ത് 0.1 മോൾ ലിറ്റർ റൈസ് ടു -1 KCl solution is 100 ohm. If the resistance of the same cell when filled with 0.02 mol per liter KCl solution is 520 ohm, calculate conductivity, molar conductivity of 0.02 mol liter raised to -1 KCl solution. Okay, the conductivity of 0.1 mol liter raised to -1 KCl solution is given as 1.29 Siemens per meter. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒരു കണ്ടക്ടിവിറ്റി സെല്ല്, അതായത് അതിനകത്തിൽ എത്രയുണ്ട്? 0.1 മോൾ ലിറ്റർ റൈസ് ടു -1 പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ അടങ്ങിയിരിക്കുന്ന ഒരു കണ്ടക്ടിവിറ്റി സെല്ലിന്റെ റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 100 ഓം. അപ്പൊ രണ്ട് റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെയും ആദ്യം നമുക്ക് തന്നിരിക്കുന്ന റെസിസ്റ്റൻസിനെ നമ്മൾ R1 എന്ന് വിളിച്ചു. ദാറ്റ് ഈസ് R1 is equal to 100 ഓം. ഓക്കെ, ദെൻ
അതേ സെല്ലിനകത്തിൽ തന്നെ നമ്മൾ കോൺസെൻട്രേഷൻ മാറ്റി ഫില്ല് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ 0.1 മോളാർ ആണ് ഇട്ടതെങ്കിൽ അടുത്തതിൽ നമ്മൾ 0.02 മോൾ പെർ ലിറ്റർ KCl സൊല്യൂഷൻ ആണ് ഫില്ല് ചെയ്യുന്നത് അതേ ഇതിനകത്ത് തന്നെ. ഓക്കെ, അങ്ങനെ വന്നപ്പോൾ അയാളുടെ റെസിസ്റ്റൻസ് മാറി 520 ആയി. അതുകൊണ്ട് നമ്മൾ അതിനെ R2 എന്ന് വിളിച്ചു. R2 = 520 ഓം എന്ന് വിളിച്ചു. നമുക്ക് ഇവിടെയും കണ്ടക്ടിവിറ്റി കാണണം, മോളാർ കണ്ടക്ടിവിറ്റി കാണണം. ആരുടെയാ കാണേണ്ടത്? രണ്ടാമത്തെ 0.02 മോൾ ലിറ്റർ⁻⁻1 KCl സൊല്യൂഷന്റെ ആണ് കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് കാണേണ്ടത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ്? നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റി കാണാനുള്ള ഇക്വേഷൻ അറിയാം. λm = K/1000 × m എന്നുള്ള ഇക്വേഷൻ അറിയാം അല്ലെ? യെസ്, ഇവിടെ എന്താണ് രണ്ടാമത്തേന്റെ അല്ലയോ കാണേണ്ടത്? അതുകൊണ്ട് രണ്ടാമത്തേന്റെ കോൺസെൻട്രേഷൻ 0.02 മോൾ പെർ ലിറ്ററിന് തന്നിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് കണ്ടക്ടിവിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അത് പഠിച്ചപ്പോൾ പറഞ്ഞു, ബൈ നോയിങ് ദ സെൽ കോൺസ്റ്റന്റ് ആൻഡ് റെസിസ്റ്റൻസ് വി ക്യാൻ കാൽക്കുലേറ്റ് കണ്ടക്ടിവിറ്റി എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. G* എന്ന് പറഞ്ഞാൽ സെൽ കോൺസ്റ്റന്റ് ആണ്. സെൽ കോൺസ്റ്റന്റും റെസിസ്റ്റൻസും അറിയാമെങ്കിൽ നമുക്ക് കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റും എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അപ്പൊ ഇതിനകത്തിൽ നമുക്ക് ഇനി ചെയ്യേണ്ടത് G* വാല്യൂ കാണുക എന്നുള്ളതാണ്. അതിന് എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? യെസ്, G* വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ആദ്യത്തേന്റെ, അതായത് നമുക്ക് ആദ്യത്തേന്റെ കണ്ടക്ടിവിറ്റി 1.29 എന്ന് അവർ തന്നിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും. നോക്ക്, ദി കണ്ടക്ടിവിറ്റി ഓഫ് 0.1 ആദ്യത്തെ സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എന്നിട്ട് അപ്പൊ ആദ്യത്തെ സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആദ്യമേ സെൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, അതിനുശേഷം പിന്നെ എന്താണ്? കണ്ടക്ടിവിറ്റിയിലേക്ക് വരിക. അപ്പൊ സെൽ കോൺസ്റ്റന്റ് G* = K × R1. ഇത് ആദ്യത്തേന്റെ ആണ് കേട്ടോ, ഫസ്റ്റ് സൊല്യൂഷൻ 0.1 മോളാർ സൊല്യൂഷന്റെ ആണ്. അത് തന്നിട്ടുണ്ട് കണ്ടക്ടിവിറ്റി 1.29. അതിന്റെ റെസിസ്റ്റൻസും given ആണ് 100. അപ്പൊ നമുക്ക് 129 എന്ന് കിട്ടി. മനസ്സിലായി? ഇനി എന്ത് ചെയ്യണം? ഈ G* രണ്ട് കേസിലും കോമൺ ആണ്. അതുകൊണ്ട് നമ്മൾ ആദ്യത്തേന്റെ വെച്ച് G* കണ്ടുപിടിച്ചു. ഇനി അത് വെച്ചിട്ട് രണ്ടാമത്തേന്റെ കണ്ടക്ടിവിറ്റി കാണണം. ഇപ്പൊ G* ഉണ്ട്, രണ്ടാമത്തേന്റെ റെസിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് 129 ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ റെസിസ്റ്റൻസ് നമുക്ക് തന്നിരിക്കുന്നത് 520 ആണ് കിട്ടി. യെസ്, അത് 0.248 എന്നുള്ളതാണ് കിട്ടിയത്. മനസ്സിലായല്ലോ? ഇനി ഇതിനെ നമ്മൾ എന്താണ് സെന്റിമീറ്ററിലേക്ക് മാറ്റി, സീമെൻ cm⁻⁻1 ആക്കിയതാണ് 10⁻⁻2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, ഇനി അപ്പം കണ്ടക്ടിവിറ്റി കിട്ടി, ഫസ്റ്റ് ടേം കിട്ടി. ഇനി അടുത്തത് മോളാർ കണ്ടക്ടിവിറ്റി ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ആ തുടക്കത്തിൽ എഴുതിയ ഇക്വേഷൻ K/1000 × m. ഇപ്പൊ നമുക്ക് K കിട്ടിയല്ലോ, കിട്ടി. മനസ്സിലായല്ലോ? ഡിവൈഡഡ് ബൈ 1000 × 0.02 = എന്താണ്? നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ കിട്ടി. മനസ്സിലായി പറഞ്ഞത്? ഓക്കെ, അതായത് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഇത് സീമെൻ m² μ⁻⁻1 അല്ലേ? അതിനെ ജസ്റ്റ് സെന്റിമീറ്ററിൽ കാണിച്ചേക്കുന്നേ ഉള്ളൂ. 124 എന്നുള്ളത് 10⁻⁴ അങ്ങ് ഒഴിവായി. മനസ്സിലായോ? ഇപ്പൊ കണ്ടക്ടിവിറ്റിയും കിട്ടി, മോളാർ കണ്ടക്ടിവിറ്റിയും കിട്ടി. ഈ രീതിയിലാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. നെക്സ്റ്റ് ഈസ് എ പ്രോബ്ലം. കാൽക്കുലേറ്റ് λ0m ഓഫ് കാൽഷ്യം ക്ലോറൈഡ് ആൻഡ് മഗ്നീഷ്യം സൾഫേറ്റ്. λ0m എന്താണ്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ്. അപ്പൊ നമ്മുടെ കോൾറാഷ്യസ് ലോ മനസ്സിലേക്ക് വരിക. കാൽഷ്യം ക്ലോറൈഡിന്റെയും മഗ്നീഷ്യം സൾഫേറ്റിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ്? കാൽഷ്യത്തിന്റെയും ക്ലോറൈഡ്, മഗ്നീഷ്യം സൾഫേറ്റ് ഇത്രയുടെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂസ് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു നമ്മുടെ കോൾറാഷ്യസ് ലോ ഓഫ് മൈഗ്രേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് അയോൺസ് പറയുന്നത്? യെസ്, ദി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഇസ് ദി സം ഓഫ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് ഓഫ് ദി ഇൻഡിവിജ്വൽ അയോൺസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം നമുക്ക് കാൽഷ്യം ക്ലോറൈഡിന്റെ എടുക്കാം അല്ലെ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് കാൽഷ്യം ക്ലോറൈഡ്. അപ്പം കാറ്റയോണിന്റെയും ആനയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസിന്റെ സം ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? യെസ്, λ0 ഓഫ് Ca2 പ്ലസ് λ0 ഓഫ് Cl മൈനസ്. അപ്പൊ ഇതിങ്ങനെ എഴുതി. ഇനി ഇതിന്റെ വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണ്? ശ്രദ്ധിക്കണം,
കാൽഷ്യത്തിന്റെ തന്നേക്കുന്നത് 119 ആണ്. പ്ലസ് എന്താണ്? യെസ്, ക്ലോറൈഡിന്റെ തന്നേക്കുന്നത് ശ്രദ്ധിക്കുക Cl2 ആണ്. Cl2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 Cl മൈനസ് അയോൺ ഉണ്ട്. ഒരു Cl മൈനസ് അയോണിന്റെ ആണ് 76.3 തന്നേക്കുന്നത്. അപ്പൊ അതിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത്. ദാറ്റ് ഈസ് 2 ഇൻറ്റു എന്താണ്? 76.3. മനസ്സിലായി പറഞ്ഞത്? അപ്പൊ എത്ര കിട്ടും? യെസ്, 2 ഇൻറ്റു 76.3 എത്രയാണ് കിട്ടുന്നത്? യെസ്, 6, 12, 1 റിമൈൻഡർ 15 അല്ലേ? യെസ്, ഇവിടെ 152.6 കിട്ടും. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? 119 ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 119 പ്ലസ് 152.6, 6, 11, 7, 2. ദാറ്റ് ഈസ് 271.6 സീമൻ സെന്റിമീറ്റർ മോൾ റേസ് ടു -1. അതാണ് ഒന്നാമത്തെ ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഇനി ഇതേപോലെ തന്നെ രണ്ടാമത്തെ കേസും കണ്ടുപിടിക്കാം. രണ്ടാമത്തെ കേസ് വന്നിരിക്കുന്നത് മഗ്നീഷ്യം സൾഫേറ്റിന്റെ ആണ് അല്ലെ, MgSO4 വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? λ0 ഓഫ് Mg2 പ്ലസ് പ്ലസ് λ0 ഓഫ് SO4 2- അല്ലയോ? ഇവിടെയും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വരുന്നത്. മഗ്നീഷ്യത്തിന്റെ എത്രയാണ് തന്നേക്കുന്നത്? എത്രയാണ് മഗ്നീഷ്യത്തിന് തന്നേക്കുന്നത്? 106ഉം സൾഫേറ്റിൻ്റെത് എന്താ 160 ആണ് തന്നേക്കുന്നത് അല്ലേ? 106ഉം 160 ആണ് തന്നേക്കുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 106 പ്ലസ് 160 ദാറ്റ് ഈസ് 662 സീമൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1. ദിസ് ഈസ് ദി ആൻസർ. എളുപ്പമല്ലേ? പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം ഈ രീതിയിൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുക. ഒരു ഇക്വേഷൻ എഴുതുന്നതിലാണ് അവിടുത്തെ ഏറ്റവും പ്രധാന കാര്യം. അത് ശ്രദ്ധിച്ചാൽ മതി. അനദർ ക്വസ്റ്റ്യൻ, λ0M4 സോഡിയം ക്ലോറൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ് ആൻഡ് NaAC എന്താണ്? സോഡിയം അസറ്റേറ്റ് ആണ് കേട്ടോ. Sodium acetate are 126.4, 425.9 and 91.0 Siemens centimeter square mole raised to -1 respectively. Calculate λ0 for HAC. ആരാണ് HAC? അസറ്റിക് ആസിഡ് ആണ്. CH3COOH എന്ന് എഴുതുന്നതിന് പകരം HAC എന്ന് കൊടുത്തേ ഉള്ളൂ. അപ്പൊ നമുക്ക് കുറച്ച് പേരുടെ എന്ത് തന്നിട്ടുണ്ട്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് അസറ്റിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ അസറ്റിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് അസറ്റിക് ആസിഡ് എങ്ങനെയാണ്? ആനിയോണിന്റെയും കാറ്റയോണിന്റെയും സം അല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് H പ്ലസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റേറ്റ് മൈനസ്. ശരിയല്ലേ? CH3COO- പകരമാണ് നമ്മൾ AC- എന്ന് കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് ഇടേണ്ടത്. ഓക്കെ, ഇനിയും ഈ ഓരോ ഇലക്ട്രോലൈറ്റിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഇതേ രീതിയിൽ ഡിസോസിയേറ്റ് ചെയ്ത് എഴുതുക. രണ്ടാമത്തേത് ആരാ തന്നേക്കുന്നത്? സോഡിയം ക്ലോറൈഡ് തന്നിട്ടുണ്ട്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സോഡിയം ക്ലോറൈഡ് എങ്ങനെയാ? യെസ്, λ0 ഓഫ് Na പ്ലസ് പ്ലസ് λ0 ഓഫ് Cl-. ഇക്വേഷൻ നമ്പർ 2. മൂന്നാമത് ഹൈഡ്രജൻ ക്ലോറൈഡ്, λ0 ഓഫ് HCl തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് λ0 ഓഫ് H പ്ലസ് പ്ലസ് λ0 ഓഫ് Cl-. ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, then next sodium acetate, λ0 of NaAC which is equal to λ0 of Na plus plus λ0 of acetate minus. Equation number 4. ഈ ഇക്വേഷൻസ് നോക്കുക. നമ്മൾ എഴുതിയിരിക്കുന്നത് നമുക്ക് എത്തിച്ചേരേണ്ടത് ഇതാ ഇവിടെയാണ്. ഈ ഇക്വേഷൻ 1ൽ നിന്നും എത്തിച്ചേരണം ഇവിടെ, എന്നാൽ നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടൂ. ഈ താഴെ തന്നിരിക്കുന്ന 3 ഇക്വേഷൻസിൽ നിന്നും എങ്ങനെ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് എത്തിച്ചേരാം അതാണ് ചിന്തിക്കുന്നത്. അതിന് നമുക്ക് ഈ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ബാക്കിയുള്ള ഇക്വേഷൻസ് ആഡ് ചെയ്താൽ, ഏതൊക്കെ തമ്മിൽ ആഡ് ചെയ്താൽ അല്ലെങ്കിൽ ഏതൊക്കെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ ഈ ഫസ്റ്റ് ഇക്വേഷനിലേക്ക്, നമുക്ക് കൺസേൺഡ് ആയിട്ടുള്ള ഇക്വേഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് നമ്മളൊന്ന് നോക്കണം. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് H+ അയോണും അസറ്റേറ്റ് അയോണും ആണ് വേണ്ടത്. ദാ ഇവിടെ ഒരു H+ അയോൺ കിടപ്പുണ്ട്, കണ്ടോ? H+ അയോൺ കിടപ്പുണ്ട്. ഇനി ഇവിടെ ഒരു അസറ്റേറ്റ് അയോണും കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ബാക്കിയുള്ളതൊക്കെ പോകണം.
ബാക്കിയുള്ള ഇതിനകത്തിലെ എല്ലാ ഐറ്റംസും ഒന്ന് പോകണം. എന്നിട്ട് നമുക്ക് ഇവിടെ എത്തിച്ചേരുകയും വേണം. എന്താ ഒരു മാർഗം ഒന്ന് ചെയ്ത് നോക്കാം. ജസ്റ്റ് നമുക്ക് ആദ്യം രണ്ട് ഇക്വേഷൻസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇക്വേഷൻ 3യും 4ഉം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം അല്ലേ. ഇക്വേഷൻ 3 പ്ലസ് ഇക്വേഷൻ 4 ഒന്ന് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാമേ. ആദ്യമേ ഈ സൈഡ് ആഡ് ചെയ്യുമ്പോൾ ലാംഡ 0 ഓഫ് HCl പ്ലസ് ലാംഡ 0 ഓഫ് സോഡിയം അസറ്റേറ്റ് ആണല്ലോ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ 0 ഓഫ് HClന്റെ എങ്ങനെയാണ് ലാംഡ 0 ഓഫ് H പ്ലസ് പ്ലസ് ലാംഡ 0 ഓഫ് Cl മൈനസ് പ്ലസ് സോഡിയം അസറ്റേറ്റിന്റെ ലാംഡ 0 ഓഫ് Na പ്ലസ് പ്ലസ് ലാംഡ 0 ഓഫ് AC മൈനസ്. ഓക്കെ, ഇതാണല്ലോ ഇക്വേഷൻ. ഇനി ഇതിൽ നിന്നും നമുക്ക് ഇക്വേഷൻ 2 ഒന്ന് മൈനസ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ 2 ഒന്ന് എന്ത് ചെയ്യാം, മൈനസ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് വരുമെന്ന് നോക്കാം. അപ്പോൾ ഫൈനലി നമ്മൾ എങ്ങനെ എഴുതും, 3 പ്ലസ് 4 മൈനസ് 2. നമുക്കൊന്ന് മൈനസ് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ 3 പ്ലസ് 4 ഉണ്ട്. ദാറ്റ് ഈസ് ലാംഡ 0 ഓഫ് H പ്ലസ് പ്ലസ് ലാംഡ 0 ഓഫ് Cl മൈനസ് പ്ലസ് ലാംഡ 0 ഓഫ് Na പ്ലസ് പ്ലസ് ലാംഡ 0 ഓഫ് AC മൈനസ്. ഇതിൽ നിന്ന് ഇക്വേഷൻ 2 NaClന്റെ മൈനസ് ചെയ്യണ്ടേ അല്ലേ. ഓക്കെ, മൈനസ് എന്ത് ചെയ്യാണ് NaClന്റെ ലാംഡ 0 ഓഫ് NaClന്റെ. അപ്പം മൈനസ് കഴിഞ്ഞ് ഒന്നിൽ കൂടുതൽ ടൈം വരുമ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഇടും. ദാറ്റ് ഈസ് ലാംഡ 0 ഓഫ് Na പ്ലസ് പ്ലസ് ലാംഡ 0 ഓഫ് Cl മൈനസ്. കറക്റ്റ് ആണല്ലോ. ഇനി മൈനസ് നമുക്ക് എന്ത് ചെയ്യാം, അകത്തേക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും, ലാംഡ 0 ഓഫ് H പ്ലസ് പ്ലസ് ലാംഡ 0 ഓഫ് Cl മൈനസ് പ്ലസ് ലാംഡ 0 ഓഫ് Na പ്ലസ് പ്ലസ് ലാംഡ 0 ഓഫ് അസറ്റേറ്റ് മൈനസ് മൈനസ് അകത്തേക്ക് കൊടുക്കുമ്പോൾ മൈനസ് ലാംഡ 0 ഓഫ് Na പ്ലസ് മൈനസ് ലാംഡ 0 ഓഫ് Cl മൈനസ് എന്ന് വന്നു. ശരിയല്ലേ. ഓക്കെ, ഇനി ഇതിനകത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ക്യാൻസൽ ആയി പോകുന്നുണ്ടോ, യെസ്. പ്ലസ് ലാംഡ 0 ഓഫ് Na പ്ലസും പോകും, മൈനസ് ലാംഡ 0 ഓഫ് Na പ്ലസും പോകും. അതേപോലെ തന്നെ പ്ലസ് ലാംഡ 0 ഓഫ് Cl മൈനസും പോകും, മൈനസ് ലാംഡ 0 ഓഫ് Cl മൈനസും പോകും. പോയിട്ട് ബാക്കി നമുക്ക് കിട്ടുന്നത് ആരെയാണ്, ലാംഡ 0 ഓഫ് H പ്ലസ് പ്ലസ് ലാംഡ 0 ഓഫ് അസറ്റേറ്റ് മൈനസ്. ഇതാരാണ് മക്കളെ ഈ കിട്ടിയിരിക്കുന്നത്, ഇതല്ലേ നമ്മുടെ ലാംഡ 0 ഓഫ് HAC എന്ന് പറയുന്നത് ആണല്ലോ. ഇപ്പൊ പിടികിട്ടിയോ എങ്ങനെയാ കിട്ടുന്നതെന്നുള്ളത്? കിട്ടി. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്ത് ചെയ്തപ്പോഴാണ് നമുക്ക് കിട്ടിയ, ആദ്യം ഇക്വേഷൻ 3യും 4ഉം കൂടി ആഡ് ചെയ്തു, അതിൽ നിന്ന് നമ്മൾ 2 മൈനസ് ചെയ്തു. അപ്പൊ നിങ്ങൾ ഓരോ കേസിലും ഇതുപോലെ ഇക്വേഷൻ എഴുതിയിട്ട് ഇക്വേഷൻസ് പരസ്പരം ആഡ് ചെയ്യുകയും എന്തെങ്കിലുമൊക്കെ സബ്ട്രാക്ട് ചെയ്യുകയും കൺസേൺഡ് ആയിട്ടുള്ള ഇക്വേഷനിൽ എത്താൻ എന്താ മാർഗം എന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നമുക്ക് ഏതൊക്കെ തമ്മിലാ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. മനസ്സിലായി പറഞ്ഞത്? അപ്പൊ നമുക്കിനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ വാല്യൂസ് ഏതൊക്കെയാ കൊടുത്തേക്കുന്നത്, ഇക്വേഷൻ 3, 4, 2 നോക്കട്ടെ. വാല്യൂസ് ഏതൊക്കെയാ കൊടുത്തേക്കുന്നത്, യെസ് ദാ ഇവിടാണ് വാല്യൂ കൊടുത്തേക്കുന്നത്. 126.4 ഉണ്ട് അല്ലെ. ഇക്വേഷൻ 3 ഏതാണ്, HClന്റെ ആണ്. HClന്റെ വാല്യൂ ഏതാ കൊടുത്തേക്കുന്നത്, രണ്ടാമത്തെ വാല്യൂ ആണ്, 425.9 അല്ലെ. 425.9 പ്ലസ്. ഓക്കെ, ഇനി 4 ഇക്വേഷൻ 4 സോഡിയം അസറ്റേറ്റ് ആണ്. അയാളുടെ വാല്യൂ തന്നിരിക്കുന്നത് 91.0 ആണ്. ദാറ്റ് ഈസ് 91.0 ആഡ് ചെയ്തു അല്ലേ. 9, 6, 11, 5. ദെൻ മൈനസ് ഇക്വേഷൻ 2. ഇക്വേഷൻ 2 നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അതേതാണ്, സോഡിയം ക്ലോറൈഡിന്റെ വാല്യൂ തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 126.4. 126.4. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 13. that is 13, 1, 2, 4, 2, 3, 4, then 6. 643.3 എന്ന വാല്യൂ നമുക്ക് കിട്ടി. അപ്പൊ ഇതാണ് ഏറ്റവും ലാസ്റ്റ് എന്ത് നമ്മുടെ സോഡിയം അസറ്റിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ ആയിട്ട് കിട്ടിയത്.